വെൽക്കം ബാക്ക് എവറി വൺ. ഞാൻ ഇന്ന് സാൻഡ്രയുടെ കൂടെയാണ് വിത്ത് യുക്കി. അപ്പോൾ നമ്മൾ ഇന്ന് എന്തിനാ വന്നേക്കുന്നത്? നമ്മള് ക്രിസ്മസ് ലൈറ്റ് ഇട്ട ട്രെയിൻ കാണാൻ, ഹോളിഡേ ട്രെയിൻ എന്ന് ഇവിടെ പറയും, നമ്മൾ ക്രിസ്മസ് ട്രെയിൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ അത് കാണാനായിട്ട് ഇവിടെ ഒരു സ്റ്റേഡിയത്തിന്റെ റെയിൽവേ ക്രോസിന്റെ അടുത്ത് വന്ന് വണ്ടി പാർക്ക് ചെയ്തേക്കുവാണ്. അപ്പൊ നമ്മൾ ഇറങ്ങിയും കാണാം, ഇരുന്നും കാണാം. നമുക്ക് എന്തായാലും ഇറങ്ങി കാണാം, എന്തായാലും വന്നതല്ലേ. കിട്ടും ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി സുന്ദരികളായി വന്നേക്കുവാണ്. സോ നമുക്ക് വെളിയിൽ പോകാം അല്ലേ യുക്കി? അതിനകത്ത് എന്താ എന്നൊക്കെ അറിയണം അവന്റെ ട്രീ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് വെറുതെ അങ്ങ് ഇറങ്ങി പോകാൻ പറ്റില്ല. സോ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. വഴി കാനഡ പോകും. ഓക്കെ, യെസ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. യുക്കി ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഇതാണ് ആ ലൈറ്റ് ഇട്ട ട്രെയിൻ. നമുക്ക് എന്തായാലും വെളിയിൽ ഇറങ്ങി ഞാൻ കാണിക്കാം ഫുള്ള്. ഇത് US വഴിയും പോവും എന്നാണ് സാൻഡ്ര വീഡിയോ തുടക്കത്തിൽ സാൻഡ്ര പറഞ്ഞത്. ഇത് US വഴി പോവും. ഞാൻ ഇതിനെപ്പറ്റി വായിച്ചപ്പോൾ ഇതെന്തോ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, ഐ മീൻ അങ്ങനെ ചാരിറ്റിയെ സംബന്ധിച്ച് എന്തോ ഉണ്ട് ഇതിന്റെ പുറകില്. അപ്പം US വഴി പോവാനകത്ത് US-ന്റെ ഫ്ലാഗ് ഒന്നാണ്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്തായാലും വെളിയിൽ ഇറങ്ങി നന്നായിട്ട് കാണാം. അതെ, നമുക്ക് വെളിയിൽ പോവാം. അത് ഞാൻ ഇവനെ എടുക്കട്ടെ. യു കി കം ഹിയർ, ബിഹേവ്. On a Christmas choo-choo train, on a Christmas choo-choo train, jingling-ling toot-toot, jingling toot-toot, Christmas choo-choo train. Now it takes off from the North Pole with a jingle and a roar, 'cause you want to get here early with the things you're asking for. When you see those big white snowflakes through a frosted window pane, you can start to look for Santa Claus and the Christmas choo-choo train. On a Christmas choo-choo train, on a Christmas choo-choo train, jingling-ling toot-toot, jingling toot-toot, the Christmas choo-choo train. അപ്പൊ ഇതാണ് ട്രെയിന്. ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. കനേഡിയൻ പസഫിക് എന്നാണ് കാനഡയിലെ എല്ലാ ട്രെയിനുകളെയും പറയുന്നത്. സോ സൂപ്പറായിട്ടുണ്ട് കാണാൻ. നമുക്ക് എന്തായാലും അങ്ങ് അറ്റം വരെ, ഇതങ്ങ് ഭയങ്കര ലോങ് ആണ് ഈ ട്രെയിൻ. നമുക്ക് അങ്ങ് അറ്റം വരെ നടക്കാം. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. യുക്കി എങ്ങനെയുണ്ട്? ഹൗ ഇസ് ദ ട്രെയിൻ യുക്കി? ഇറ്റ്സ് സോ പ്രിറ്റി. ഒരുപാട് ഈ കുട്ടിയൊക്കെ ഇവിടെ എന്താ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. മാറേക്ക് ട്രെയിന് പോകാൻ പറ്റത്തില്ല മോനെ. നമുക്ക് ആക്ച്വലി അങ്ങോട്ടേക്ക് അവിടെ ഇതാ, നമുക്ക് ഇവിടെ ഫുള്ള് പാർക്ക് ചെയ്തിട്ടേക്കുവാണ്. നമ്മൾ കാറ് ഏറ്റവും ഫ്രണ്ടിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. എൻ്റെ കൈ ഐസായി. ഇപ്പോൾ ഇവിടെ -20 ആണ് വെതർ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചൊന്ന് പോയിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വരുന്നതായിരിക്കും ഗൈസ്. ഇപ്പോ ഇവിടെ കാരൽ സോങ്സ് ഒക്കെ പാടിയിട്ട് എല്ലാരും ഇവിടെ നിക്കുവാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇരുട്ടും തോറും ആ ലൈറ്റ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? അതെ, ഇവിടെ സ്റ്റേജ് എന്തോ തുറന്നു വരും. അതെ, ഇവിടെ എന്തോ സ്റ്റേജ് പോലെ ഇത് തുറന്നു വരും. അതിനാണ് ബാക്കിയുള്ളവരെല്ലാരും വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ കുട്ടി പയ്യനൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നിൽക്കുവാണ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത പ്രോഗ്രാംസ് വരുമ്പോ ഇനി ഞങ്ങൾ തിരിച്ചു വരാം കേട്ടോ. കാരണം ഇവിടെ -20 ആയതുകൊണ്ട് പറയുന്നവര് ബാക്കിൽ നിൽക്കുന്ന 3 പെൺപിള്ളേര് ഹായ് പറഞ്ഞു കണ്ടിട്ട്. ഓക്കെ, നീ ഓർക്കത് പറയണം, എങ്കിലേ മൈക്കിൽ കിട്ടത്തുള്ളൂ. ആണോ? ഹലോ 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 കേൾക്കാമോ? നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് അറിയത്തില്ല. ഇത് ഞങ്ങളുടെ മൈക്കിന്റെയും കൂടി ഒരു ടെസ്റ്റ് വ്ളോഗ് പോലെയാണ്. സോ എന്റെ അവസ്ഥ ഇതാണ്. മൂക്കിന്നും മൈന്നും ഒക്കെ ചോര എന്നല്ല എനിക്ക് പറയാനുള്ളത്, ഫുൾ അതെ പുകയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും പ്രോഗ്രാം തുടങ്ങുമ്പോ തിരിച്ചു വരാം കേട്ടോ. ഓക്കെ. I can add a topping. Is that how it is? This one is the marshmallow, chocolate, and this one is the candy. Not for that. These two, please.
Sorry, you asked something? Yeah. Thank you so much. Merry Christmas to you too. Welcome to the 2025 CPKC Holiday Train. We are delighted to be here with you. And tonight, to kick off our wonderful show, we have എന്റെ some കോഫിയൊക്കെ very ഞാൻ താഴെ special വെച്ച് guests. യുകെനെ ഞങ്ങൾ താഴെ I would like you to ഇപ്പൊ ഇവിടെ welcome ഷോ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് the കഴിഞ്ഞിട്ട് Buffalo ഞങ്ങൾ വരാം Boys എന്തായാലും. from Mother Teresa. ഇവരുടെ ട്രഡീഷണൽ ഡ്രമ്മിന്റെ ഒരു ഷോ ആണ് ഇപ്പൊ നടക്കുന്നത്. ഹായ് ഗൈസ്, ഞങ്ങൾ തിരിച്ചു വന്നു. ഇതിപ്പോ -20 ഒന്നും അല്ല, ഇപ്പൊ മൈനസ് ഓൾമോസ്റ്റ് എത്രയായി വെതർ? -28 ഫീൽസ് ലൈക്ക് മൈനസ് എത്രയെങ്കിലും ആയിരിക്കണം. എത്രയോ ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങക്ക് ഇത് കണ്ടോ, ഫുൾ ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്നിട്ടുണ്ടോ ബ്ലഷ് ഒന്നും അല്ല, ഇതൊക്കെ ഇവിടെ വന്നപ്പോ എനിക്ക് തനിയെ ബ്ലഷാണ്. ഞാനും ഇവിടത്തെ തനിയെ വന്നതാണ്. പക്ഷെ സംഭവം നല്ലതാണ്. ഇവരുടെ ട്രഡീഷണൽ ഡ്രമ്മിന്റെ ഷോയും ഇനി കുറച്ച് ഷോസ് വരുന്നുണ്ട്. പക്ഷെ നമുക്കങ്ങനെ ഫുൾ കാണാൻ നിൽക്കാനായിട്ടുള്ള ത്രാണി എൻ്റെ കൈക്ക് ഇല്ലാത്തത് കൊണ്ടും ഇവളുടെ കൈക്ക് ഇല്ലാത്തതുകൊണ്ടും, പിന്നെ മാത്രമല്ല യുകി നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ ആദ്യം ജാക്കറ്റ് ഇട്ട് കൊടുത്തതാണ്. പക്ഷെ അവനാണെങ്കിൽ ജാക്കറ്റ് ഇട്ട് കൊടുത്തപ്പോൾ ഊരിക്കളഞ്ഞു. അപ്പോൾ അവൻ ഭയങ്കര ഇപ്പോഴും ഒന്ന് ആശ്വാസമായത് മിണ്ടാണ്ട് കേൾക്കുന്നു പാവം. ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. നിലത്ത് ഞാൻ കുറച്ചു നേരം നിർത്തിയപ്പോഴും അവന് നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ അടുത്ത് സാൻഡ്ര ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ട് കൈയും വിരലും ഒക്കെ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ എന്താ സാധനം, കാരണം അതൊന്നും ഫീൽ ചെയ്യുന്നില്ല, ഫുള്ള് നമ്പായി പോയ പോലെയാണ് ഫീൽ ചെയ്തത്. എനിക്കറിയില്ല ഇവിടെ ഈ കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ട് എങ്ങനെ വരുന്നു എന്ന് അവർക്കൊന്ന് പറയാൻ പോലും പറ്റും. ഞങ്ങൾ നോക്കുമ്പോ കൊച്ചു പിള്ളേരൊക്കെ മഞ്ഞ കിടന്ന് കളിക്കുക, എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഒരു പിടിയില്ല. ഇപ്പൊ താണ്ട കുഞ്ഞു പിള്ളേർ ഗ്ലൗസ് ഒന്നും ഇല്ല. ഇവിടെ താണ്ട കൈയൊക്കെ കാലിന്റെ വിരലൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. താഴോട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോ നമ്മള് ഇന്ത്യയിൽ നിന്ന് വന്നതായതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. ആൻഡ് പ്ലസ് പറയാൻ പറഞ്ഞു അവിടെ ഫ്രീ ഹോട്ട് ചോക്ലേറ്റില് മാഷ്മെലോ, ചോക്കോ ചിപ്സ്, വിപ്ഡ് ക്രീം എൻ്റെ സൂപ്പർ സാധനം. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ മിക്കവാറും അവിടെ ഐസായി അവിടെ തന്നെ നിന്നേനെ. നിങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളെ കാണാൻ പോലും പറ്റത്തുണ്ടായിരുന്നില്ല. നാച്ചുറൽ മൂക്കിലുണ്ട്. അതെ, നാച്ചുറൽ ബ്ലഷ് വന്നതിന്റെ സന്തോഷത്തിലാണ് സാൻഡ്ര. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോവാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാം. നമ്മൾ ഇപ്പോഴെങ്കിലും ഇറങ്ങിയത് നന്നായി. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതൊക്കെ പ്രോഗ്രാം കാണാൻ വന്നുകൊണ്ടിരിക്കുന്നവരാണ്. ഇതൊക്കെ കണ്ടിട്ട് തിരിച്ച് മഞ്ഞ് കാരണം തണുപ്പ് സഹിക്കുക വയ്യാതെ തിരിച്ചു പോകുന്നവരുടെ ക്യൂ ആണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം ഒരു 10 മിനിറ്റ് ആയി കാണും. ഇതുവരെ നമ്മുടെ വണ്ടി അനങ്ങിയിട്ടില്ല. ഇപ്പോൾ അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമ്മൾ കണ്ടോ എല്ലാവരും തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇനി ഞങ്ങൾ വിചാരിച്ചു യുകെനെ കൊണ്ട് നമ്മൾ വീട്ടിലാക്കിയിട്ട് അല്ലേ. അതെ, അവൻ ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റിൽ അവനെ കൊണ്ട് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ എന്തായാലും പോകുന്ന വഴിക്ക് തന്നെയാ വീട്. അതെ, അപ്പൊ നമ്മൾ വിചാരിച്ചു യുകെനെ വീട്ടിലാക്കിയിട്ട് വിൽ ഗോ ഹാവ് സം ഫുഡ്. മോമോസ് വേണം എനിക്ക്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി പോവാണ് ഗൈസ്. സോ ആ കാണുന്നതാണ് നമ്മളിപ്പോ കണ്ടിട്ട് വന്ന ഹോളിഡേ ട്രെയിൻ. ഒരു കുട്ടി സെറ്റപ്പ് ആണ്, പക്ഷെ പ്രോഗ്രാംസ് ഒക്കെ വെച്ച് അവർ ഭയങ്കര നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കെന്തോ തണുപ്പ് അങ്ങോട്ട് ഒത്തൊഴിക്കാത്തത് കൊണ്ടാണ് നമ്മളിപ്പോ വീട്ടിൽ പോകുന്നത്. യെസ്, അപ്പൊ നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിൽ പൊക്കോണ്ടിരിക്കാൻ നിർത്ത്. അത് കണ്ടതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു ലോങ് വ്യൂ നിങ്ങളെ കൂടി കാണിക്കാമെന്ന്. അപ്പൊ ഞങ്ങൾ പിന്നെയും വരാം ഗൈസ്. ഹായ് ഗൈസ്, അപ്പൊ നമ്മള് ഇത്തവണ ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ വന്നേക്കുന്നത് ജിഞ്ചർ ഗാർലിക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. നേപ്പാളീസ് ക്യുസീൻ ആണ്, പക്ഷെ നല്ല ഫുഡാണ് എന്ന് പറയുമ്പോൾ നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് ഞാൻ കൂടുതൽ കാണിച്ചു തരാം പറയുന്നതിനേക്കാളും, അല്ലേ? അതെ, ഞങ്ങള് അങ്ങോട്ട് പോകുന്ന എന്താ വെച്ചാല് ഇനി അടുത്ത് അവിടെ ഒരു വീഡിയോ എടുക്കണം സാൻഡ്രയുടെ വ്ളോഗിന്റെ. നേരെ അപ്പൊ അവൾ അതിന് റെഡിയായി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അതിലും കാണും ഇതിലും കാണും നിങ്ങൾ എന്തായാലും. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഡേറ്റ് നൈറ്റ് ആണ്. ഞങ്ങളുടെ ഒരു മാത്രമേ ഉള്ളൂ. അപ്പോൾ സാൻഡ്രയും ഞാനും മാത്രം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നേപ്പാളീസ് ക്യുസീനിലാണ് വന്നേക്കുന്നത്. നമ്മൾ എന്താ ഓർഡർ ചെയ്യുന്നതെന്ന് ഇതുവരെ തീരുമാനിച്ചില്ല. സാൻഡ്രയുടെ കയ്യിലാണ് മെനു ഇരിക്കുന്നത്. മെനു ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും എന്താ ഓർഡർ ചെയ്യുന്നതെന്ന് ഞങ്ങൾ ആദ്യം നോക്കിയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് എന്തൊക്കെയാ സാൻഡ്ര?
ഞങ്ങളൊരു മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു, പിന്നെ ഒരു മാംഗോ സ്മൂത്തി. അത് പാറു സൂപ്പർ ആണെന്ന് പറഞ്ഞു. അതെ, ഇവിടുത്തെ മാംഗോ സ്മൂത്തി കഴിഞ്ഞ തവണ ഞാനും എബിയും ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണ സാൻഡ്ര ആയിട്ട് വരാമെന്ന്. ഞങ്ങളുടെ കുട്ടി ഡേറ്റ് നൈറ്റ്, നിങ്ങളും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സുമായിട്ട് ഡേറ്റ് നൈറ്റിന് പോകണമെന്ന് ഐ സജസ്റ്റ്. വളരെ നല്ലൊരു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ മാത്രമല്ല, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉടലോടെ ഇവിടെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട്. മനസ്സ് സഞ്ചരിക്കുന്നുണ്ട്. കാരണം എബീനെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ എബിയുടെ ശരീരം മാത്രമേ ഇപ്പോൾ അവിടെ ജോലി സ്ഥലത്തുള്ളൂ. മനസ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതെ, അപ്പം നമുക്കിനി എന്തായാലും ഫുഡ് വന്നിട്ട് കാണാം. അപ്പം നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ മിക്സഡ് ഫ്രൈഡ് റൈസ്, മാംഗോ സ്മൂത്തി ആൻഡ് ഇത് അവരുടെ കോംപ്ലിമെൻ്ററി ആണ്. ഒരു പൊട്ടേറ്റോയുടെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാൻഡ്രയെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിക്കാം. എങ്ങനെയുണ്ട്? നല്ലല്ലേ? മാംഗോ സ്മൂത്തി കുടിച്ചോ നമുക്ക്. ടാമറിൻ ചട്നിയാണ്. അതെ, നല്ല ഡിസൈൻ. അതെ, ഡിസൈൻ. യെസ്. അതെ, അപ്പോൾ നമുക്ക് എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരാം. അങ്ങനെ ഞങ്ങൾ ഫുൾ കഴിച്ച് ബാക്കി ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാനും ഉള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? Food was really nice. I liked it. പിന്നെ വണ്ടിയുടെ താക്കോല് കാണാനില്ല. സൂപ്പർ. ഓക്കെ ഗൈസ്, ഞങ്ങൾ തിരിച്ചു വരാം. അങ്ങനെ കിട്ടിയിട്ടുണ്ട്, തിരിച്ചു കിട്ടി വണ്ടിയുടെ താക്കോൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് ഞങ്ങൾ നന്നായിട്ട് തന്നെ കഴിച്ചു. വയറ് ഫുള്ളായി പോയി ഞങ്ങൾക്ക്. നല്ല ഫുഡ്, പ്രത്യേകിച്ച് സ്റ്റാർട്ടർ വാസ് റിയലി നൈസ്. അയ്യോ സത്യം, ഭയങ്കര നല്ല ഫുഡായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ വീട്ടിൽ പോവാം. ഇനിയിപ്പോൾ സോഷ്യൽ ബാറ്ററി, അതെ, ഞങ്ങളുടെ സോഷ്യൽ ബാറ്ററി ഡൗൺ ആയിക്കൊണ്ടേ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ജാക്കറ്റ് ഒക്കെ, ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. എന്തുണ്ടെങ്കിലും നമ്മളിപ്പോൾ ജാക്കറ്റ് വിട്ടല്ലാണ്ട് വെളിയിൽ പോകാൻ പറ്റത്തില്ല. എനിക്ക് ഇഷ്ടമല്ല ഇത് ഇടുന്നതാണ്. ഇത് നല്ല വെയിറ്റ് ആണ് ഈ ജാക്കറ്റിന്. അപ്പോൾ സത്യം ഇത് വിട്ട് നടക്കല്ല എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം. ഇത് വിട്ട് എൻ്റെ ഓഫീസിൽ നിന്ന് തിരിച്ചൊരു വരവുണ്ട്. ഞാനത് വേണമെങ്കിൽ ഇതിൽ അറ്റാച്ച് ചെയ്യാം, എങ്ങനെയാണ് ഞാൻ വരുന്നതെന്ന്. എനിക്ക് തൊപ്പില്ലാതെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഇത് വേണ്ട. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എൻ്റെ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന അവസ്ഥ. ഫുൾ വിൻഡി ആയിരിക്കും. തെറ്റും മറ്റും സ്നോ, ഒരുമാതിരി മണൽ പോകുന്ന പോലെയാണ് സ്നോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതും ഈ സ്നോ നമ്മുടെ മുഖത്ത് വന്ന് ഇത്ര വിൻഡിൽ വന്ന് അടിക്കുമ്പോൾ ഭയങ്കര വേദനയുമാണ്. ലാസ്റ്റ് ഞാൻ എൻ്റെ മുഖം എങ്ങനെയാവുമെന്ന് കാണിച്ചു തരാം. ഫൈനലി ഞാൻ എൻ്റെ വീട്ടിലെത്തി. എൻ്റെ മുഖം ഫുള്ള് ഇങ്ങനെയായി, മഞ്ഞത്ത് നടന്നു വന്നിട്ട്. ഇത് ബ്ലഷ് ഒന്നുമല്ല, ഇത് നാച്ചുറലായിട്ട് റെഡ് ആയതാണ് ഫുള്ളി. 50 km/h വിൻഡും -30 തണുപ്പും. അയ്യോ, ഒരു സംഭവം തന്നെയായിരുന്നു. ഞാൻ എങ്ങനെ വീടെത്തും? ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിൻഡിൻ്റെ കൂടെ അങ്ങ് പോകുന്നു. എനിക്ക് പോകേണ്ടത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും, വിൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും. മനസ്സിലായോ? ഞാൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വിൻഡ് ഇങ്ങോട്ട് അടിക്കുവാണ്, നോർത്ത് വെസ്റ്റിലോട്ട്. അപ്പോൾ ഫുൾ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. എൻ്റെ വായൊക്കെ കുഴഞ്ഞു പോകുന്ന രീതിക്ക്. അപ്പം ഞാൻ പോയി എന്തായാലും ഇനിയിപ്പോൾ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ചു ഇറങ്ങി. ഞങ്ങൾ ഇനി നേരെ വീട്ടിൽ പോകാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.